ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെറിയൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തെറ്റുകളും ഉണ്ടാവട്ടത്, നിങ്ങൾ ക്ഷമിക്കുക. രാവിലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ രാവിലത്തെ കണി തന്നെ നല്ല ഉഷാറായിട്ടുണ്ടല്ലേ. മൂപ്പര് ഇപ്പോൾ എണീക്കണുള്ളൂ എന്നാണ് തോന്നണത് കേട്ടോ. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെ വീഡിയോക്ക് ഇരുന്നൊക്കെ തന്നിട്ട് മൂപ്പര്. ഞാൻ എൻ്റെ മോളെ മദ്രസയിൽ വിടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഇവിടെ രാവിലെ ആകുമ്പോൾ നമുക്ക് ഓല ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് 7 മണിക്കാണ് കേട്ടോ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഞാൻ ഓളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പകുതി വരെ പോകും കേട്ടോ. പിന്നെ അവിടുന്ന് ഓല് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകലാണ് സാധാരണ ചെയ്യാറുള്ളത്. യൂട്യൂബിൽ തന്നെ കുറേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ചെറുതാണെങ്കിലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായത്. നമ്മളൊരു 10-15 മിനിറ്റൊക്കെയുള്ള വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്തൊരു രസത്തോടെയാണല്ലേ അത് കണ്ട് തീർക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമ്മളൊരു ചാനലൊക്കെ തുടങ്ങി ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കുക്കിങ്ങും പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഇനി വേണം തുടങ്ങാൻ. നമുക്ക് രാവിലെയുള്ള ചായക്കുള്ള കാര്യങ്ങളൊക്കെ ഇനി റെഡി ആക്കാനുണ്ടാവും. മക്കളെ മദ്രസയിൽ പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ പരിപാടികളൊക്കെ തുടങ്ങുക. അവർക്ക് സ്കൂളിലേക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കാനുണ്ടാവും. അപ്പോൾ ഇന്ന് ഓട്ടടയായിരുന്നു കേട്ടോ. എത്ര പേർക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് അറിയുമെന്ന് അറിയില്ല. ഞങ്ങളിതിന് ഓട്ടട എന്നാട്ടോ പറയാം. നമ്മുടെ സാധാ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന പച്ചരിയും തേങ്ങയും ചോറൊക്കെ കൂട്ടിയിട്ട് അരച്ചുണ്ടാക്കുന്നതാട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി പിന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി പിന്നെ നമ്മൾ മെയിൻ കലാപരിപാടി ഉണ്ടാവുമല്ലോ രാവിലെ. നമ്മൾ ആയുധം ഇത് കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമാണല്ലേ. എന്നും ഇങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടേ മുറ്റടിക്കാനുണ്ടാവും. മുറ്റത്തുള്ളൊരു റംബുട്ടാൻ മരം കായ്ച്ചിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിറയെ ഇല ഉണ്ടാവും കേട്ടോ. വീഡിയോ എടുക്കലും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് ആദ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും നീട്ടി വലിച്ചെടുത്തിട്ടില്ല കേട്ടോ. അതിനുള്ളൊരു ധൈര്യം എനിക്കില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.